ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ പതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അതായത് സൗദി, പാകിസ്ഥാൻ, ടർക്കി 3 രാജ്യങ്ങൾ ഒരു ത്രികക്ഷി സഖ്യം, സൈനിക സഖ്യം എന്നാണ് അവർ പറയുന്നത്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്നൊക്കെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടേംസിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നേരത്തെ സൗദിയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അവർ ബൈലാറ്ററലായിട്ടുള്ള ഉഭയകക്ഷി പരമായിട്ട് അല്ലെങ്കിൽ ബൈലാറ്ററലായിട്ട് അവർ തമ്മിൽ ഈ ഒരു സ്ട്രാറ്റജിക് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അന്ന് മുതലേ നമ്മൾ പല റിപ്പോർട്ടുകളിലും ടർക്കിനകത്തിൽ അടുത്ത് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ചർച്ച ചെയ്യുകയും പറയുകയും അനലിസ്റ്റും സെക്യൂരിറ്റി എക്സ്പേർട്സും ഒക്കെ തന്നെ പറയുകയുണ്ടായി. അതിപ്പോൾ ഏകദേശം അത് സത്യമാണെന്ന് നമുക്ക് ഏകദേശം തെളിയുകയുണ്ടായി. അതിനുശേഷം ഇതിനകത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു രാജ്യം ഈജിപ്റ്റ് ആയിരിക്കും എന്ന് പല റിപ്പോർട്ടുകൾ കൂടെ നമുക്ക് അറിയുവാനും കേൾക്കുവാനൊക്കെ സാധിച്ചു. പക്ഷേ ഈജിപ്റ്റ് ഇപ്പോൾ തൽക്കാലം ഇതിനകത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു എന്താണ് പറയുന്നത് ഡിസ്കഷൻ നടന്നുണ്ട്. അതിൽ പ്രധാന ഒരു വിഷയം ഈ ഈജിപ്റ്റിനകത്തിൽ ജോയിൻ ചെയ്യുവാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയും ഈജിപ്തും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ അത്ര ഒരു സുഖകരമല്ലാത്തതുകൊണ്ട് സൗദിക്ക് ഈജിപ്തിനകത്തിൽ പങ്കെടുക്കുന്നതിന് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടിൽ കൂടെ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ടർക്കിക്ക് ഈജിപ്തിനെ ഇതിനകത്തിലോട്ട് ഈ പറഞ്ഞ പാർട്ണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പറയുന്നത് സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ ടർക്കി ഇതിനകത്തിൽ വളരെ അധികം കാര്യമായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും പക്ഷേ സൗദിക്ക് അതിനകത്തിൽ ഈജിപ്തിനകത്തിൽ ജോയിൻ ചെയ്യുന്നതിനോടുകൂടി വലിയ താല്പര്യമില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിലെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈജിപ്തും യു എയും തമ്മിലുള്ള വളരെ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ ഈജിപ്റ്റ് പല രീതിയിലും യു എയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ സൗദിയെ കുറച്ചൊന്നുമില്ല ഫ്രസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ്റെ ഒരു പ്രശ്നം സൗദിയെ എന്താണ് പറയുന്നത് നമ്മൾ പൊതുവെ പറയുന്നത് തന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ അത്ര ടൈം ബീങ്ങിൽ ഇപ്പോൾ സുഖകരമല്ലാത്തതുകൊണ്ട് സൗദിക്ക് ഈജിപ്റ്റ് ഇങ്ങനെയുള്ളൊരു ഈ പറഞ്ഞ സഖ്യത്തിൽ ചേരുന്നതിനോട് വിമുഖത കാട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇതിനെ മെക്ക എഗ്രിമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ സൗദി അറേബ്യയും പാകിസ്ഥാനും ടർക്കിയും തമ്മിലുള്ള ഈ സെക്യൂരിറ്റി റിലേഷൻഷിപ്പ്. അപ്പോൾ അൻകാര അല്ലെങ്കിൽ ടർക്കി കാര്യമായിട്ട് ഈജിപ്തിനെ അതിനകത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിനകത്തിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൗദി ഭരണകൂടം അല്ലെങ്കിൽ സൗദി മൊണാർക്കി ഈജിപ്റ്റ് ഇതിനകത്തിൽ ഇപ്പോൾ സൗദി പറയുന്നത് ഇപ്പോൾ തൽക്കാലം ഈജിപ്തിനകത്തിൽ വേണ്ട, പിന്നീട് നമുക്കത് ആലോചിക്കാം എന്നുള്ളതാണ് സൗദി പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദിക്ക് ഈ പറഞ്ഞ ഇപ്പോൾ ഈജിപ്റ്റ് ഭരിക്കുന്ന അവരുടെ പ്രസിഡൻറ്റ് അബ്ദൽ ഫത്താ അൽ സിസി ഗവൺമെൻറ്റിൽ അത്ര വലിയ വിശ്വാസം പോരാ എന്നുള്ളതാണ് അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത്. അതായത് വിശ്വാസം പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചില രാജ്യങ്ങളുടെ ലീഡേഴ്സ് തമ്മിൽ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാകും, ഈഗോ ഇഷ്യൂസ് ഉണ്ടാകും. രാജ്യങ്ങൾ തമ്മിൽ കൃത്യമായി ഇപ്പോൾ നമ്മൾ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അതിൽ പല പ്രശ്നങ്ങളാകുമ്പോൾ ചില രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിൽ ഇപ്പം ഹെഡ് ഓഫ് സ്റ്റേറ്റ് തമ്മിൽ ഈഗോ വിഷയങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അതുപോലുള്ള പേഴ്സണാലിറ്റി ക്ലാഷസ് ഒക്കെ ഉണ്ടാകാം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മളതൊക്കെ വളരെ യൂഷ്വലായിട്ട് കാണുന്ന ചില കാഴ്ചകളാണ് നമുക്ക്. അപ്പോൾ ഇവിടെയും സൗദിയുടെ പ്രശ്നം ഈജിപ്ത് തന്നെയാണ്. അപ്പോൾ ഈജിപ്തിനെ എന്തുകൊണ്ട് സൗദിക്ക് ഇതിനകത്തിലേക്ക് വെൽക്കം ചെയ്യുവാൻ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഇതിനകത്തിലൊരു പങ്കാളിയാകുവാൻ സൗദി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തും യു എയും തമ്മിലുള്ള വളരെ അടുത്ത ബന്ധമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, സൗദിയും യു എയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാസങ്ങളായിട്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഷളായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്കറിയാം, യു എയോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന രാജ്യങ്ങളോട് ഒരുപക്ഷേ സൗദിക്ക് അത്ര വലിയൊരു അടുപ്പം കാണിക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല. അതൊക്കെ നമ്മൾ പൊതുവേ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എന്താണ് പറയുന്നത് ഗിവ് ആൻഡ് ടേക്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ പൊതുവേ വിറ്റ്നസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളാവില്ല. അപ്പം
സൗദി പറയുന്നത് ഈജിപ്തിന് പഴയ പോലുള്ള ഒരു മിലിറ്ററി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡെപ്തൊന്നുമില്ല. കാരണം ഇങ്ങനെ ഈജിപ്തിനെ നമ്മളിപ്പോൾ വിളിച്ച് ഇതിനകത്തിലൊക്കെ ഒരു അംഗരാജ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈജിപ്തിന് കൂടുതലൊന്നും ഓഫർ ചെയ്യാനില്ല പഴയതുപോലെ. എന്നുവെച്ചാൽ പണ്ടത്തെ ഈജിപ്റ്റ് അല്ല ഇപ്പം പഴയതിനേക്കാളൊക്കെ ഈജിപ്റ്റ് ഒത്തിരി വീക്കെൻഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയ അവരുടെ മിലിറ്ററി ശക്തിയെപ്പോലെ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന മിലിറ്ററി ശക്തിയൊന്നും അവർക്കിപ്പോൾ ഇല്ല, സ്ട്രാറ്റജിക്കായിട്ടുള്ള കേപ്പബിലിറ്റി ഒന്നും ഇല്ല എന്നാണ് സൗദി പറയുന്നത്. പക്ഷേ അതെല്ലാം ശരിക്കുള്ള കാരണം യുഎയുമായിട്ടുള്ള അടുത്ത ബന്ധമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് നമുക്കറിയാം, 3 രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ്. അവർ ഒരു മിലിറ്ററി എഗ്രിമെൻറ്റാണ്. അത് സൗദിയിൽ വെച്ചാണ് സൈൻ ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഈ 3 രാജ്യങ്ങളും ആ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് എഗ്രിമെൻറ്റ്. പക്ഷേ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ സൗദിയെ ഹൂത്തീസ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ കാര്യമായിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള സൗദിക്കെതിരെയുള്ള ആക്രമണങ്ങൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ അവർ ഈ പറഞ്ഞ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു കരാറിൽ ഒപ്പിട്ടാണ്. പക്ഷേ കാര്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ മിലിറ്ററി ഹെൽപ്പോ അല്ലെങ്കിൽ മിലിറ്ററി ഇൻവോൾവ്മെൻ്റ് ഒന്നും സൗദിക്ക് അനുകൂലമായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിട്ടപ്പോഴും ഉണ്ടായിട്ടില്ല. നമുക്ക് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് ഏതെങ്കിലും രീതിയിൽ ആയുധങ്ങൾ നൽകിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ട്രെയിനിങ്ങോ ഹെൽപ്പോ ഇൻ്റലിജൻസോ ഒക്കെ നൽകുന്നുണ്ടായിരിക്കും. പക്ഷേ പ്രത്യക്ഷമായിട്ട് ബാഹ്യമായി നമുക്ക് വിസിബിളായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഹെൽപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇറാനും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത രാജ്യങ്ങളാണ്, അയൽ രാജ്യങ്ങളാണ്. അങ്ങനെ പെട്ടെന്ന് പാകിസ്ഥാൻ അങ്ങനെ ഒരു തീരുമാനം ഇറാനെതിരെ എടുക്കുവാനും സാധ്യമല്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു ഒരു അലയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റീസിനെ അവരൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇപ്പം സൗദിക്കായാലും ടർക്കിക്കായാലും ഈവൻ പാകിസ്ഥാനായാലും അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ഇങ്ങനെ സെക്യൂരിറ്റി ആർക്കിടെക്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതൊന്നും സാധ്യമല്ല. കാരണം അമേരിക്കയെ വേണ്ടെന്ന് പറയാൻ സൗദിക്ക് ഒരിക്കലും പറ്റത്തില്ല. അമേരിക്ക ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സഖ്യത്തിന് സൗദിക്ക് സാധ്യവുമല്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സെക്യൂരിറ്റി സ്ട്രക്ചറിന് പുറമേ മറ്റൊരു ലെയർ ഓഫ് സെക്യൂരിറ്റിയും കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സൗദിയുടെ ലക്ഷ്യം. അതിനപ്പുറത്ത് ഇവർ തമ്മിലുള്ള മിലിറ്ററി അലയൻസിൽ കൂടെ അവർ പരസ്പരം മിലിറ്ററി മാനുഫാക്ചറിങ്, വെപ്പൺ മാനുഫാക്ചറിങ് ഇതൊക്കെ തന്നെ അവർ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള, കാരണം ഡൊമസ്റ്റിക് ആംസ്, കാരണം ഇപ്പോഴത്തെ യുദ്ധത്തിൽ നമ്മൾ കണ്ടതെന്നല്ല, ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് തന്നെ വെപ്പൺസ് വളരെയധികം പെട്ടെന്ന് ഡിപ്ലീറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. വലിയ സൂപ്പർ പവറായിട്ടുള്ള അമേരിക്കയുടെ പോലും വെപ്പൺസ് ഫാസ്റ്റായിട്ട് ഡിപ്ലീറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇനിയും യുദ്ധം ഉണ്ടാകത്തില്ലെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പല തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ഇന്ത്യ ഇസ്രായേൽ അല്ലെങ്കിൽ ഇന്ത്യ UAE അല്ലെങ്കിൽ UAE ഇസ്രായേൽ ഇങ്ങനെയൊക്കെ എല്ലാം നോക്കുന്നതിനാൽ ഈ പ്രധാനമായിട്ടും ഇന്ത്യ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആയുധങ്ങൾ പരസ്പരം ജോയിൻ്റായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിർമ്മിക്കുക, ഈ രാജ്യങ്ങളുടെ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റിയും, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയൽ സ്കെയിലുണ്ട്, ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ഉണ്ട്, ഇസ്രായേലിനെ സംബന്ധിച്ച് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇത് ഓരോ രാജ്യങ്ങൾക്കുള്ള ഈ കഴിവുകൾ, മിലിറ്ററി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കേപ്പബിലിറ്റിയെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ആയുധങ്ങൾ നിർമ്മിക്കുക, പിന്നെ ജോയിൻ്റായിട്ടുള്ള മിലിറ്ററി എക്സസൈസ് നടത്തുക, മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുക, ഇൻ്റലിജൻസ് ഷെയറിങ്, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല ഡയറക്റ്റായിട്ടുള്ളൊരു മിലിറ്ററി ഇൻവോൾവ്മെൻറ്റ് അവരുടെ ഈ പറഞ്ഞ ഒരു സഖ്യം ലക്ഷ്യമാക്കുന്നില്ല, അതൊട്ട് പറ്റത്തുമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു സഖ്യത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഡിഫൻസ് കേപ്പബിലിറ്റിയെ, കാരണം സൗദിയെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ ഈ 3 രാജ്യങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മിലിറ്ററിലി വളരെ പൈസ ഉണ്ടെന്നുള്ളതല്ലാതെ മിലിറ്ററിലി ഈ ടർക്കിയെ സംബന്ധിച്ചും ടർക്കിയേക്കാളിലും പാകിസ്ഥാനേക്കാളിലും മിലിറ്ററി പവറൊന്നുമില്ല അവർക്ക്. അമേരിക്ക കൊടുക്കുന്ന കുറേ ആയുധങ്ങളുണ്ട് എന്ന് മാത്രമല്ലാതെ അതിനപ്പുറത്ത് അവർക്ക് വേറെ ഒരു ഫൈറ്റിംഗ് എബിലിറ്റിയോ ഫൈറ്റിംഗ് സ്കില്ലോ അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്നത് പാകിസ്ഥാനെ പോലെ ഇത്രയും നാളും യുദ്ധം ചെയ്ത് തഴക്കവും പഴക്കമുള്ളൊരു മിലിറ്ററി ഫോഴ്സൊന്നുമല്ല. ടർക്കിക്കാണെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഡ്രോൺസിലും മറ്റും, അതുപോലെ തന്നെ മറ്റ് പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റി, ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി ഉണ്ട്. സൗദി അറേബ്യയിൽ ഫണ്ടുണ്ട്, ഫൈനാൻസ് ചെയ്യാൻ സാധിക്കും. പാകിസ്ഥാൻ്റെ
മിലിറ്ററി പേഴ്സണലുണ്ട് അവർക്ക്, പിന്നെ അവർക്കും ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആർമിയാണ്. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം 48 മുതൽ നിലനിൽക്കുന്നുണ്ട്, 47 മുതൽ നിലനിൽക്കുന്നുണ്ടും. ആന്തരികമായിട്ടൊക്കെ തന്നെ അവർ യുദ്ധങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടും. അവർ കേപ്പബിൾ മിലിറ്ററിയാണ്. അപ്പോൾ ഇതിനെല്ലാം സംയോജിപ്പിച്ചിട്ടുണ്ട് ഒരു പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് പിന്നെ മറ്റ് ലക്ഷ്യങ്ങളൊന്നും അതിനില്ല ശരിക്കും പറഞ്ഞാൽ. അല്ല, അവർക്ക് തീർച്ചയായിട്ടും സൗദി ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുക, ഫോർ എക്സാമ്പിൾ ഇറാനെ ആക്രമിക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിൽ ഇന്ത്യയും പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമ്പോൾ അത് സൗദിക്കും ടർക്കിക്കും ഒരിക്കലും ടർക്കി ഓൾറെഡി പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അവർ തമ്മിലുള്ളൊരു ഇനിയും പുതുതായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കരാറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും അതിന് ശേഷമൊക്കെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ ആയിരക്കണക്കിന് ഡ്രോണുകളാണ് ടർക്കി പാകിസ്ഥാൻ നൽകിക്കൊണ്ടിരുന്നത്. അതിന് മുമ്പ് ഒരു ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പുതിയൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു കൊളാബറേഷനോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങളെ ഒന്നും സംയോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കാലങ്ങളായിട്ട് പാകിസ്ഥാൻ സൗദിയെ മിലിറ്ററിലി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ സൗദി മിലിറ്ററിയെ ട്രെയിൻ ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് അവരുടെ സൗദി റോയൽ ഫാമിലിക്ക് മിലിറ്ററി സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പാകിസ്ഥാനാണ് ഹിസ്റ്റോറിക്കലായിട്ട്, ദശാബ്ദങ്ങളായിട്ട്. അപ്പോൾ അവർ തമ്മിൽ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ തമ്മിലൊക്കെ തന്നെ എന്താ പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പുണ്ട്. ടർക്കിയും സൗദിയും തമ്മിലുള്ള ബന്ധങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മോശമാണെങ്കിൽ തന്നെ ഇപ്പോൾ അതൊന്ന് അതിനൊരു പുതിയ ജീവൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ടർക്കിയും ഇതിനകത്തിലേക്ക് വളരെ ലേറ്റായിട്ടാണെങ്കിലും ജോയിൻ ചെയ്തതല്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഈജിപ്തിനെ ഇതിനകത്തിൽ പങ്കെടുപ്പിക്കാൻ സൗദിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം സൗദിയും ഈജിപ്തും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈജിപ്തും UAEയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ശക്തമായതുകൊണ്ട്. അപ്പോൾ ഈ 2013 ഇപ്പോഴത്തെ ഈ അവിടുത്തെ ഭരണാധികാരി ഒരു മിലിറ്ററി കൂ അല്ലെങ്കിൽ അട്ടിമറിയിൽ കൂടാണല്ലോ ഭരണത്തിൽ വന്നത് 2013. അപ്പോൾ അന്ന് സൗദി ഈജിപ്തിനെ വളരെയധികം സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച ഒരു രാജ്യമാണ്. $25 ബില്യൺ ഈ തകർന്നടിഞ്ഞ ഈജിപ്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ സൗദി ഒത്തിരി ഹെൽപ്പ് ചെയ്യണം. സൗദിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ കൊടുക്കാം എന്നല്ലാതെ മറ്റൊന്നും കഴിയില്ല. പക്ഷേ സൗദി പറയുന്നത് ഇത്രയൊക്കെ സഹായിച്ചിട്ടും ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ച് ഒരു നമ്മൾ സാധാരണ പറയത്തില്ല നന്ദിയില്ലാത്ത എന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു പ്രകടനം, അതുപോലൊരു പ്രതികരണമാണ് ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്നാണ് സൗദി പറയുന്നത്. അപ്പോൾ സൗദി പറയുന്നത് ഈജിപ്തിൻ്റെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനിമലാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പറയത്തക്ക വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അവർ അൺറിലയബിളാണ്, അവരെ ആശ്രയിക്കാനും സാധിക്കത്തില്ല എന്നാണ് സൗദി പറയുന്നത്. കാരണം അത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി യമനിലെ ഹൂത്തീസുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രത്യേകിച്ച് ഇറാനുമായിട്ടുള്ള യുദ്ധ സമയത്തൊന്നും ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഈ സഹായങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ട്, മിലിറ്ററി സപ്പോർട്ടൊന്നും മാത്രമല്ല ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടൊന്നും ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് സൗദിക്ക് ലഭിച്ചില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് എവിഡൻസിൻ്റെ ബേസിലാണ്. അതിപ്പോൾ ഏത് രാജ്യത്തിനും നമുക്കറിയാം അവർ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധം കൂടുന്നത് ഇതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ആ രാജ്യത്തെ സംബന്ധിച്ച് ശരിയായിരിക്കാം, ആ രാജ്യത്തെ സംബന്ധിച്ചത് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന കാര്യമായിരിക്കാം. അപ്പം ഇതിനകത്തിൽ സൗദിയുടെ വേർഷനാണ് നമ്മൾ പറയുന്നത്. അത് ശരിയാകാം, തെറ്റാകാം. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്വതന്ത്ര രാജ്യമാണ്, അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് UAEയുടെ കൂടെ ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്ത്യയും UAEയും ഇന്ത്യയും ഇസ്രായേലും എന്നും പറഞ്ഞ് ഇന്ത്യക്ക് സൗദിയായിട്ട് ബന്ധം മോശമാണെന്നല്ല, സൗദിയായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ സ്ട്രാറ്റജിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇന്ത്യ സൗദി അത്ര ആയിട്ടില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയും UAEയും തമ്മിൽ ഇപ്പോൾ നമുക്കറിയാം ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യ, ഇസ്രായേൽ, UAE ഇതുപോലുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഇതിന് സമാനമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു കൂട്ടായ്മയ്ക്കെതിരെ ബദലായിട്ടൊരു സഖ്യം ഉണ്ടാക്കിയെടുക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ടാകാൻ നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ പറയുന്നത്, സൗദി പറയുന്നത് എന്നാൽ ഈ ഈജിപ്തിൻ്റെ ഒരു UAEയുടെ മുമ്പിൽ, UAEക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, സൗദിയെ പോലെ തന്നെ UAEക്കും പൈസ ഉണ്ട്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ രാജ്യമായിരുന്നു നേരത്തെ. വളരെ ഗൾഫ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ
വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമായിരുന്നു ഈജിപ്റ്റ്. പക്ഷേ ഇപ്പോൾ അത്രയും കാര്യമായിട്ടുള്ളൊരു മിലിറ്ററി പവറൊന്നും അല്ല എന്നാണ് നമുക്ക് പൊതുവെ അറിയാൻ സാധിക്കുന്നത്. വലിയ സൈസുള്ള രാജ്യമാണ്. നമുക്കറിയാം ഗൾഫ് വാറിലൊക്കെ തന്നെ ഇറാഖിനെതിരെ കുവൈറ്റിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തന്നെ ഈജിപ്റ്റായിരുന്നു മുന്നിൽ നിന്നത്. പക്ഷേ ഇപ്പോൾ യു എക്കും സൗദിക്കൊക്കെ ഇഷ്ടംപോലെ പൈസയുണ്ട്, യു എക്ക് എസ്പെഷ്യലി. അപ്പം യു എയുടെ മുമ്പിൽ ഈജിപ്റ്റ് ഇപ്പോഴും ഒരു സബോർഡിനേറ്റായിട്ട് നിൽക്കുകയാണെന്നാണ് സൗദി പറയുന്നത്. അതായത് റിയാദും സൗദിയും ഈ അബുദാബിയും തമ്മിൽ സൗദിയും യു എയും തമ്മിൽ ഈ സദേൺ യമൻ സെപ്പറേറ്റിസ്റ്റ്, അതായത് യമനിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായില്ല. എസ്പെഷ്യലി ഇറാൻ ഇസ്രായേൽ വാർ തുടങ്ങുന്നതിന് മുമ്പ് സൗദി കാരണം അവിടെ യു എയുടെ പ്രോക്സിയുടെ മണ്ടയ്ക്ക് ബോംബിടുകയും യു എയുടെ എത്രയും പെട്ടെന്ന് യമനിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യുന്നതൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അന്ന് മുതലേ യു എയും സൗദിയും തമ്മിലുള്ള, കാരണം സൗദിക്ക് മനസ്സിലായി ഇസ്രായേലും യു എയും കൂടെ ചേർന്നുകൊണ്ട് സൗദിക്ക് പണിയാൻ തുടങ്ങിയെന്നുള്ള ഒരു തിരിച്ചറിവ് സൗദിക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു സംഭവവികാസങ്ങൾ ഉണ്ടായതും. അപ്പോൾ അത് സൗദിയും യു എയും തമ്മിലെ ബന്ധങ്ങൾ അതോടുകൂടി വഷളാകുകയും, അപ്പോൾ അങ്ങനെ വഷളായിരിക്കുന്ന സാഹചര്യത്തിലും ഈജിപ്റ്റ് യു എയോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് സൗദി ഇപ്പോൾ ഈ സഖ്യത്തിലേക്ക് ഈജിപ്റ്റിനെ വേണ്ട എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈജിപ്റ്റ് നമ്മൾ ഇപ്പോൾ പഴയ പോലൊരു മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ശരിക്കും പറഞ്ഞാൽ ഈജിപ്റ്റ് ആഫ്രിക്കൻ രാജ്യമാണ്. മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മീന റീജിയൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമായിരുന്നു ഈജിപ്റ്റ് ഒരു സമയത്ത്. പക്ഷേ ഇപ്പോൾ അത്രയ്ക്കല്ല, കാരണം ഇക്വേഷൻസ് എല്ലാം മാറിയും പറഞ്ഞില്ലല്ലോ, ജിയോ പൊളിറ്റിക്സ് ആണല്ലോ. അപ്പം ഈജിപ്റ്റ് ഇപ്പോൾ അവരുടെ മുമ്പിൽ യു എയുടെ മുമ്പിൽ പൈസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ ലക്ഷ്യം പൈസ മാത്രമാണ് എന്നുള്ളതാണ് സൗദി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈജിപ്റ്റ് ഈ പറഞ്ഞ ഇറാൻ വാർ സമയത്ത് യു എയെ വളരെ അധികം സഹായിച്ചു. എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റ്സ് എല്ലാം അബുദാബിക്ക് അല്ലെങ്കിൽ യു എക്ക് കൊടുത്തു. ഇറാൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ യു എക്കെതിരെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യു എക്ക് ഈജിപ്റ്റ് എല്ലാവിധ സഹായങ്ങളും നൽകി. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈജിപ്തിൻ്റെ പ്രസിഡൻറ്റ് അൽ-സിസി ഈ യുദ്ധസമയത്ത് തന്നെ യു എയിൽ 2 പ്രാവശ്യം സന്ദർശിച്ചിരുന്നു എന്നൊക്കെയാണ് പിന്നെ സൗദി പറയുന്നത്. എന്നാൽ പക്ഷേ ഇറാൻ്റെ ആക്രമണങ്ങൾ സൗദിയും നേരിട്ടാണ്. ഈ സമയത്തൊന്നും സൗദിയെ ഇതുപോലെ ഇറാൻ സഹായിച്ചിട്ടില്ല, അല്ലെങ്കിൽ സഹായിക്കാമെന്നുള്ള തരത്തിൽ യാതൊരു നിലപാടെടുത്തില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു തീരുമാനം സൗദി ഇപ്പോൾ ഈജിപ്തിനെതിരെ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഈജിപ്തും യു എയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നത് സൗദിയെ ഒന്ന് അലാം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതെല്ലാം രാജ്യങ്ങൾ വളരെ സംശയദൃഷ്ടിയോട് മാത്രമേ കാണത്തുള്ളൂ. എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ ജിയോ പൊളിറ്റിക്സിൽ അത് സ്വാഭാവികമാണ്, ആരും കുറ്റം പറഞ്ഞ കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ സൗദി പറയുന്നത് ഇത്രയ്ക്കായിട്ടും യു എയുടെ പല പോളിസീസും ഈജിപ്തിൻ്റെ ദേശീയ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനെതിരെയാണ് എന്നുള്ളതാണ് സൗദി പറയുന്നത്. അതിൽ നമ്മൾ ഈ ആപ്പ് പണിയാൻ നോക്കുന്നില്ല. ഇടയ്ക്ക് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ് പറയുന്നത്, നമ്മൾ ഈ പ്രശ്നം വഷളാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കാനല്ല ഇഷ്ടമല്ല. അപ്പോൾ അത് യു എയുടെ പല ഇൻവോൾവ്മെൻറ്റും, അത് പ്രത്യേകിച്ച് സൊമാലിയ, സുഡാൻ, എത്യോപ്യ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈജിപ്തിൻ്റെ താല്പര്യങ്ങളെ കൂടെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് യു എയുടെ നിലപാട്. എന്നിട്ടും ഈജിപ്റ്റ് യു എയുടെ ഒപ്പം നിൽക്കുകയാണ് എന്നാണ് സൗദി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഈജിപ്തും യു എയും തമ്മിലുള്ള ഈ ബന്ധങ്ങൾ തുടരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് വളരെ സംശയകരമായിട്ട് അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട്, കാരണം ഇപ്പോൾ ഈജിപ്തിനെ ഇതിനകത്തിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ തന്നെയും ഇതിനകത്ത് നിന്നുകൊണ്ട് ഈജിപ്റ്റ് സൗദിക്ക് പണിയത്തില്ല, യു എക്ക് അനുകൂലമായിട്ട് പണിയത്തില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ്. അപ്പം അങ്ങനൊരു സംശയം തീർച്ചയായിട്ടും സൗദിക്കുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈജിപ്റ്റ് വേണ്ട എന്ന് സൗദി കൂടുതൽ ശാഠ്യം പിടിക്കുന്നതും. അത് ടർക്കിക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു ഈജിപ്തിനെ കൊണ്ട്. കാരണം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. കാരണം ടർക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ളൊരു രാജ്യം ഈജിപ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതിപ്പോൾ തൽക്കാലം അങ്ങനൊരു എന്താണ് പറയുന്നത് സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സൗദി നോ പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിനെതിരെ.
അപ്പോൾ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഈ കിങ്ഡം, അതായത് സൗദി അറേബ്യയെ അമേരിക്ക അതുപോലെ മറ്റ് പല രാജ്യങ്ങളെ, പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള മിലിറ്ററി ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണെന്നാണ് സൗദി പറയുന്നത്. അപ്പോൾ എന്നിട്ടും തീർച്ചയായിട്ടും ഈ ഈജിപ്റ്റ് ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ സൗദിയെ ഒന്നും കാര്യമായി പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ സഹായിച്ചില്ല എന്നുള്ളൊരു പരിഭവം അല്ലെങ്കിൽ കൺസേൺ സൗദിക്ക് ഉണ്ട്. അതുകൊണ്ട് സൗദി നോ പറഞ്ഞു. പക്ഷേ ടർക്കിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഈജിപ്തിനെ അതിനകത്തിലേക്ക് കൊണ്ടുവരുന്നുള്ളതാണ്. കാരണം ടർക്കിയും ഈജിപ്തും തമ്മിൽ എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ ഈ ഇസ്രായേലും UAEയും തമ്മിൽ, സൊമാലിയ, സുഡാൻ, എത്തിയോപ്യ, യമൻ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ നടത്തുന്ന ചില കളികൾ, അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, കാരണം ടർക്കിയുടെയൊക്കെ തന്നെ ടർഫായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈജിപ്റ്റുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈജിപ്റ്റും ടർക്കിയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈജിപ്തിനെ അതിനകത്തിൽ സഖ്യത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതുവഴി ഈ ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിന് പ്രത്യേക ചില ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം. UAEയുടെയും ഇസ്രായേലിൻ്റെയും ഡോമിനൻസിനെ തടയിടുക എന്നുള്ളതായിരിക്കും ഈ ഒരു സഖ്യത്തിൽ കൂടെ ടർക്കി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഈജിപ്തിനെ കൂടി ഇതിനകത്തിൽ ഉൾപ്പെടുത്തുവാനാണ് ടർക്കി ആഗ്രഹിക്കുന്നത്. പക്ഷേ സൗദിക്ക് അതിനകത്തിൽ താല്പര്യമില്ല. ടർക്കി പറഞ്ഞാൽ ഈജിപ്തിനകത്തിൽ നാച്ചുറലായിട്ടുള്ളൊരു പാർട്ട്ണറാണ് എന്നാണ് ടർക്കിയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ. കാരണം ഇതിനകത്തിൽ പ്രത്യേകിച്ച് ടർക്കി പറയുന്നത് ഞങ്ങൾ നോക്കിയിട്ട് വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല ഈജിപ്തിനെ ഇതിനകത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ എന്നുള്ളതാണ് ടർക്കി പറയുന്നത്. പക്ഷേ സൗദി നോ ആണ് പറയുന്നത്. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങനൊരു ചെറിയ, ടർക്കിയും സൗദിയും തമ്മിൽ ഒരു എന്താണ് പറയുന്നത്, ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ഇതെത്രത്തോളം ഈ സഖ്യം മുന്നോട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മൂന്ന് രാജ്യങ്ങളുടെയും നിലപാടുകൾ അത് കോൺവേർജ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അത് റിക്കൺസിൽ ചെയ്യാനുള്ള സാധ്യത, കാരണം മിഡിൽ ഈസ്റ്റ് ആയതുകൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളായതുകൊണ്ടും നമുക്ക് ഈ ജിയോ പൊളിറ്റിക്സ് എപ്പോഴും എന്താണ് പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇതിനകത്തിൽ അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലും ഇസ്രായേലും ഇറാനും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഇതിനകത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അതുതന്നെയല്ല, കാരണം ഈ ഒരു സഖ്യത്തെയൊക്കെ തന്നെ ഇസ്രായേലെ ഏത് രീതിയിൽ ഫ്രാക്ചർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും റിസർച്ച് ചെയ്ത് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കാണും. അപ്പോൾ ഇതിനകത്തുള്ള സ്റ്റെബിലിറ്റി, നമുക്ക് അവരുടെ സഖ്യത്തിലുള്ള സ്റ്റെബിലിറ്റി നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വിഷയം ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ. അപ്പം ഈ പറഞ്ഞ ഒരു രാജ്യങ്ങൾ തമ്മിൽ ഇപ്പം നമുക്കറിയാം ബ്രിക്സിനകത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള പല കൂട്ടായ്മകൾ, ഇപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ വരവ് ഇഷ്ടമായിരിക്കത്തില്ല, പക്ഷേ ചൈനയ്ക്കും ഒരുപക്ഷെ റഷ്യയ്ക്കും താല്പര്യം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഷാങ്ഹായ് സെക്യൂരിറ്റി കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത്, ഒരു സ്ട്രാറ്റജിക് ബ്ലോക്കുണ്ട്. അപ്പോൾ അവിടെ റഷ്യയും ചൈനയാണ് ശരിക്കും പറഞ്ഞാൽ ഡോമിനൻ്റ് റോള്. അപ്പോൾ അവിടെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതുപോലുള്ള പല ഈ സഖ്യത്തിലും ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഈ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിനകത്തിലേക്ക് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കൊണ്ടുവരുന്ന വേറെ രാജ്യത്തിന് ഇഷ്ടമായിരിക്കത്തില്ല. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാൻ്റെയും കാര്യം, ബ്രിക്സിലെ കാര്യം, അല്ലെങ്കിൽ ഈ ഷാങ്ഹായ് സെക്യൂരിറ്റി കോപ്പറേഷനിലെ കാര്യമൊക്കെ പറഞ്ഞു പറയുന്നത്. അപ്പോൾ ഇവിടെ അതുതന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് സൗദിയുടെ ഭാഗത്തുനിന്നും. ഈജിപ്തിനോട് നോ പറഞ്ഞിട്ടുണ്ട്. ഈജിപ്റ്റ് പറഞ്ഞത് ഈ അവർ താല്പര്യപ്പെടുന്നില്ല, അവർക്ക് ഇതിനകത്തിൽ ജോയിൻ ചെയ്യാൻ നിൽക്കാനും താല്പര്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ സൗദി പറയുന്നത് സൗദി അതിനെ കളിയാക്കുകയും അല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനൊന്നുമല്ല. ഈജിപ്റ്റ് കാശ് കിട്ടുന്ന ഏത് പരിപാടിക്കും അല്ലെങ്കിൽ കാശ് കിട്ടുന്ന ഇടങ്ങളിലെല്ലാം ഈജിപ്റ്റ് ഇതുപോലെ പോയി തലയിടാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈജിപ്റ്റ് സ്വന്തമായിട്ട് തീരുമാനമെടുത്തല്ല, ഞങ്ങൾക്ക് സൗദിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഈജിപ്തിനെ തൽക്കാലം ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇതൊരു ഫൈനൽ ഡിസിഷൻ അല്ല. പിന്നീട് കാര്യങ്ങൾ മാറി മറിയുകയാണെങ്കിൽ ഒരുപക്ഷേ ഈജിപ്റ്റും സൗദിയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ നോർമലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷേ ഈജിപ്തിനെ അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ആലോചിക്കാമെന്നാണ് സൗദി പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.